PC കിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അടുത്ത് വരുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അതിന് ആയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായും കാണുക. നമുക്ക് നോക്കാം. മെസോഫിലിക് ബാക്ടീരിയ ലിവ്സ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 20 to 40 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 0 to 7 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, 20 to 40 ഡിഗ്രി സെൽഷ്യസ്. മെസോഫിലിക് ബാക്ടീരിയ ലീവ്സ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. അതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. MFPO സ്റ്റാൻഡ് ഫോർ. MFPO ഓപ്ഷൻ വായിക്കാം. മീറ്റ് ഫുഡ് പ്രൊഡക്റ്റ് ഓർഡർ, അടുത്തത് മിൽക്ക് ഫുഡ് പ്രൊഡക്റ്റ് ഓർഡർ, ഓപ്ഷൻ സി മീറ്റ് ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ, അടുത്തത് മീറ്റ് ഫുഡ് പ്രിവെൻഷൻ ഓർഡർ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, മീറ്റ് ഫുഡ് പ്രൊഡക്റ്റ് ഓർഡറാണ് MFPO. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് പ്രസൻറ്റ് ഇൻ കൗ മിൽക്ക്. പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 3%, ഓപ്ഷൻ ബി 2%, ഓപ്ഷൻ സി 5%, ഓപ്ഷൻ ഡി 8%. അപ്പോൾ എത്രയാണ് ആൻസർ? ഓപ്ഷൻ എ 3% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലിവർ സോസേജ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ലിവർ സോസേജ് ഏതിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ കുക്ക്ഡ് സോസേജ്, ഓപ്ഷൻ ബി ഡ്രൈ സോസേജ്, ഓപ്ഷൻ സി ഫ്രഷ് സോസേജ്, ഓപ്ഷൻ ഡി റോ സോസേജ്. ഏതിനാണ്? കുക്ക്ഡ് സോസേജിന് എക്സാമ്പിളാണ് ലിവർ സോസേജ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ് ഓഫ് HTST. ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ ഓഫ് HTST പാസ്ചറൈസേഷൻ എത്രയെന്ന് നോക്കാം. ഓപ്ഷൻ എ 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്, ഓപ്ഷൻ ബി 76 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്, ഓപ്ഷൻ സി 82 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്, ഓപ്ഷൻ ഡി 75 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ് ആണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് എ ഫംഗി ഈസ് കാൾഡ് ആസ് ഡാഷ്. ഓപ്ഷൻ എ മൈക്കോളജി, ഓപ്ഷൻ ബി ഫൈക്കോളജി, ഓപ്ഷൻ സി പ്രോട്ടിസ്റ്റോളജി, ഓപ്ഷൻ ഡി പ്രോട്ടോസുവോളജി. ഏതാണെന്ന് നോക്കാം. മൈക്കോളജിയാണ്. ഓപ്ഷൻ എ മൈക്കോളജിയാണ് അതിൻ്റെ ആൻസർ. അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ കളറിംഗ് മാറ്റർ യൂസ്ഡ് ഇൻ ദ ബട്ടർ മേക്കിംഗ് പ്രോസസ്. ഓപ്ഷൻ എ കാരമൽ, ഓപ്ഷൻ ബി ക്വിനോലൈൻ, ഓപ്ഷൻ സി അനാറ്റോ, ഓപ്ഷൻ ഡി എൻത്രോസൈൻ. ഏതാണ്? ഓപ്ഷൻ സി അനോട്ടോയാണ് കളറിംഗ് മാറ്റർ യൂസ്ഡ് ഇൻ ദ ബട്ടർ മേക്കിംഗ് പ്രോസസ്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിസർവേഷൻ ടെക്നിക് യൂസിങ് റേഡിയേഷൻസ് ഈസ് ആൾസോ നോൺ ആസ്. ഏതൊക്കെ ഓപ്ഷൻസ് വായിക്കാം നമുക്ക്. ഓപ്ഷൻ അബ്രൈസേഷൻ, ഓപ്ഷൻ ബി കോൾഡ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ സി ഡ്രൈ സ്റ്റെറിലൈസേഷൻ, അടുത്തത് ഓപ്ഷൻ ഡി ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഏതാണ്? കോൾഡ് സ്റ്റെറിലൈസേഷൻ ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒൻപതാമത്തെ. Basidiomycetes fungi are commonly known as. Option A fungi imperfecti, option B sap fungi, option C club fungi, option D conjugation fungi. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ലബ് ഫംഗി ആണ്. അടുത്തത് പത്താമത്തെ. ഇൻഎബിലിറ്റി ടു ഡൈജസ്റ്റ് ദ ഷുഗർ ഫൗണ്ട് ഇൻ മിൽക്ക് ലീഡ്സ് ടു. ഓപ്ഷൻ എ, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ പ്രോട്ടീൻ ഇൻടോളറൻസ്, ഓപ്ഷൻ ബി സക്രോസ് ഇൻടോളറൻസ്, ഓപ്ഷൻ സി ഫുഡ് ഇൻടോളറൻസ്, ഓപ്ഷൻ ഡി ലാക്ടോസ് ഇൻടോളറൻസ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. അടുത്തത് യൂക്കാരിയോട്ടിക് ബാക്ടീരിയ ഡു നോട്ട് കണ്ടെയ്ൻ. ഓപ്ഷൻ എ മെസോസോംസ്, ഓപ്ഷൻ ബി ക്രോമസോംസ്, ഓപ്ഷൻ സി റൈബോസോംസ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. ഏതാണ്? ഓപ്ഷൻ എ മെസോസോംസ് ആണ്. അടുത്തത് ദ മെയിൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഓഫ് സ്പ്രുലിനിയ. ഓപ്ഷൻ എ പോളിനി എനോലെക്സ്, ഓപ്ഷൻ ബി ഹെമോസിയാനിൻ, ഓപ്ഷൻ സി
ഫൈക്കോസിയാനിൻ. ഓപ്ഷൻ ഡി ലൂസിഫെറിൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫൈക്കോസിയാനിൻ ആണ് ആൻസർ. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. ഓപ്ഷൻ എ 1.02H to 1.030. ഓപ്ഷൻ ബി 1.013 to 1.018. ഓപ്ഷൻ സി 1.050 to 1.052. ഓപ്ഷൻ ഡി 1.014 to 1.015. ഏതാണ് അപ്പോൾ ഗ്രാവിറ്റി ഓഫ് മിൽക്ക്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1.028 to 1.030 ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. അടുത്തത് MSG ഈസ് യൂസ്ഡ് ആസ്. MSG ഈസ് യൂസ്ഡ് ആസ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫ്ലേവർ എൻഹാൻസർ. ഓപ്ഷൻ ബി തിക്കനിങ് ഏജന്റ്. ഓപ്ഷൻ സി കളർ എൻഹാൻസർ. ഓപ്ഷൻ ഡി എമുൾസിഫയർ. ഏതാണ്? ഫ്ലേവർ എൻഹാൻസർ ആണ്. MSG ഈസ് യൂസ്ഡ് ആസ് ഫ്ലേവർ എൻഹാൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്